ഡിവൈഎഫ്ഐക്കാർ നേതാക്കന്മാർ അങ്ങനെ പ്രസംഗത്തിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലുള്ള വാർത്തകൾ ഇവരുടെ അണ്ണാക്കിലേക്ക് വന്ന് വീഴുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് അവരുടെ. കണ്ടു നോക്കൂ. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംഘടനയാണ് ഡിവൈഎഫ്ഐ. 3 പേരുണ്ട് അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടവർ. 3 തമിഴ്നാട്ടിൽ ഡിവൈഎഫ്ഐ നടത്തിയ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ, രജനീകാന്ത് ഉൾപ്പെടെ ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ രാജ്യത്ത് ആകെ വ്യാപിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ ഇവളാണ്. അതിനെതിരായ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐ രാജ്യത്തെമ്പാടും പോരാട്ടം നടത്തുന്നുണ്ട്. കേരളത്തിൽ ആ പൈതൃകം തന്നെയാണ് ഡിവൈഎഫ്ഐ. ലഹരി മാഫിയ എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാകണം എന്നാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. തൊടുപുഴ ഇടവെട്ടിയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, ആഷിദ് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. കേട്ടല്ലോ. എന്നാൽ ഇതൊന്നുമല്ല ശരിക്കും രസം. നമ്മുടെ മൊട്ട അദ്ദേഹം ഈ ഡിവൈഎഫ്ഐ ഒക്കെ ഒന്ന് വെളുപ്പിച്ച് കൊണ്ടുവരുമ്പോഴായിരിക്കും 2 പേര് MDMA കേസിൽ അകത്താകുന്നത്. അങ്ങനെ പുള്ളി ആകെ സഹികെട്ട് അദ്ദേഹം പറയുന്നു. കേട്ടു നോക്കി. വല്ല കാര്യമുണ്ടോ ഡിവൈഎഫ്ഐ നേതാവേ ഒരു സംഘടനയുടെ പേര് പറയിപ്പിക്കാൻ വേണ്ടി?